വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. യഥാർത്ഥത്തിൽ സ്വീകാര്യയോഗ്യമായ നിലക്ക് പാകപ്പിഴവുകളും അബദ്ധങ്ങളുമൊന്നും സംഭവിക്കാത്ത നിലക്ക് ഒരാൾ ഹജ്ജ് ചെയ്താൽ സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മൻ ഹജ്ജൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് പോയി ഹജ്ജ് നിർവഹിക്കുകയും ആ ഹജ്ജിന്റേതായ കൃത്യതയ്ക്ക് വിരുദ്ധമാകുന്ന രൂപത്തിലുള്ള അനാവശ്യ ഭാഷണങ്ങളും അതുപോലെ തന്നെ അബദ്ധകരമായ പ്രവർത്തനങ്ങളും മാറ്റി നിർത്തുകയും കൃത്യമായി അതിന്റേതായ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുവാൻ ഒരാൾക്ക് സാധിച്ചാൽ തന്റെ സ്വന്തം മാതാവ് അവനെ പ്രസവിച്ച ആദ്യ ദിനത്തിലെ പോലെ പരിശുദ്ധനായിക്കൊണ്ടാണ് ഒരു ഹാജി പുണ്യഭൂമിയിൽ നിന്ന് മടങ്ങി വരുന്നത് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, പരിപാവനമായ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കർമ്മം കേവലം ജീവൻ നഷ്ടപ്പെട്ട ചില ചടങ്ങുകളായിക്കൊണ്ട് അതപ്പതിച്ചു പോകാൻ പാടില്ല. നന്നായി നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പുണ്യം നേടുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഹജ്ജ് നിർവഹിച്ചു വന്നിട്ടും ഹജ്ജിന്റേതായ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗൌരവത്തോടുകൂടെ ചിന്തിക്കാത്ത ഒരുപാട് ഹാജിമാരെ നമുക്ക് കാണാൻ സാധിക്കും. അതവരുടേതായ ഹജ്ജ് യഥാർത്ഥമായ നിലക്ക് നിർവഹിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതിന്റെ പ്രകടമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഹജ്ജിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഹജ്ജിന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത്, ജീവൻ നഷ്ടപ്പെട്ട നിലക്കല്ലാതെ വളരെ കൃത്യമായി അള്ളാഹു നമുക്ക് നൽകിയ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഹജ്ജ് ഉംറ എങ്ങനെ നിർവഹിക്കണം എന്ന അനുഷ്ഠാന രീതികളെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് യഥാർത്ഥത്തിൽ ഒരു ഹജ്ജ്, ആ ഹജ്ജിലൂടെ എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ നേടിയെടുക്കേണ്ടത്? ആ ഹജ്ജ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഹജ്ജിന്റേതായ ഓരോ ചടങ്ങുകളിലൂടെയും നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് നമ്മൾ ഗൌരവത്തോടെ അറിയണം. ഏതെങ്കിലും നിലക്ക് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് ഞാനും അനുഷ്ഠിക്കട്ടെ എന്ന നിലക്കോ അല്ല നാം ഹജ്ജ് നിർവഹിക്കേണ്ടത്. മറിച്ച് ഹജ്ജിന്റെ ആത്മാവ് എന്താണെന്നറിയണം, ഹജ്ജിന്റെ സന്ദേശം എന്താണെന്നറിയണം. ആ ഹജ്ജിലൂടെ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദത്തുകളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന മഹനീയമായ ആദർശത്തിന്റെ സന്ദേശത്തിന്റെ വക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തും പോലെ ഹജ്ജും പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി ഒരടിമ നിർവഹിക്കേണ്ടുന്ന, ഇഖ്ലാസോടുകൂടെ നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ്. അത് പേര് കിട്ടാനല്ല, ഹാജി എന്ന പേര് കിട്ടാനല്ല, ഒരു ടൂറ് പോകുന്നതല്ല, അതല്ലെങ്കിൽ എന്റെ കുടുംബത്തിലും ബന്ധപ്പെട്ടവരിലുമൊക്കെയുള്ള ധാരാളക്കണക്കിന് ആളുകൾ ഇതിനകം ഹജ്ജ് ചെയ്തല്ലോ, ഇനി ഞാനായിട്ടങ്ങനെ ഹജ്ജ് ചെയ്യാതിരിക്കും എന്ന പേര് തീർക്കാൻ വേണ്ടിയും ആയിരിക്കരുത്. മറിച്ച് വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ഹജ്ജിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്, ആ ഹജ്ജ് നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം തവണ പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷഹാദത്ത് കലിമകളാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നത് തൗഹീദിന്റെ പ്രഖ്യാപനമാണെങ്കിൽ, അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലൂടെ അള്ളാഹു അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പിൻപറ്റാനും അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാനും ഞാൻ തയ്യാറാണെന്ന
കൃത്യമായ പ്രഖ്യാപനമാണ് ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ, ഹജ്ജിനെ സംബന്ധിച്ച് വികലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. എന്തിനാണ് ഹജ്ജിന് പോകുന്നത്, എന്താണ് ഹജ്ജും ഉംറയും എന്ന് ജനങ്ങൾക്ക് സന്ദേശം നൽകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ആളുകളും ഇവിടെയുള്ള മരണപ്പെട്ടുപോയ മഹാത്മാക്കളുടേതെന്ന് പറയപ്പെടുന്ന മക്ബറകളിൽ സമീപിച്ച് അവിടെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളുടെ സമീപത്ത് പോയി അത്തരത്തിലുള്ള ദർഗകളിലും മഖാമുകളിലുമൊക്കെ പോയി ആ ജാറങ്ങളെയും ഖബറുകളെയും മുത്തുകയും ചുംബിക്കുകയും അതിന്മേൽ പട്ടുമൂടുകയും അതുപോലെ തന്നെ അതിന്റെ ചുറ്റും തവാഫ് നടത്തുകയും അവിടെ പ്രത്യേകമായ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് തന്നെ ചുംബിക്കുകയും തടവുകയും വിളക്ക് കൊളുത്തുകയും അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അതുപോലെയുള്ള പല കാര്യങ്ങളും ഇന്ന് മഹാത്മാക്കളുടെ മക്ബറകളുടെ സമീപത്ത് വെച്ചുകൊണ്ട് സിയാറത്ത് എന്ന പേരിൽ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ആണ്ടുനേർച്ച എന്നും ഉറൂസ് എന്നുമൊക്കെ അവർ പേരും പറയാറുണ്ട്. ഞാനിത് ഈ വിഷയത്തിന്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഹാജിമാര് മനസ്സിലാക്കണം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ഉറൂസാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ആണ്ടുനേർച്ചയാണെന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളുമുണ്ട്. ഓ സഹോദരന്മാരെ, ഇസ്ലാമിലെ ഹജ്ജ് എന്ന് പറയുന്നത് സമ്പൂർണമായും ഒരു മനുഷ്യൻ തൗഹീദ് അംഗീകരിക്കുന്ന, ശിർക്കിൽ നിന്ന് പരിപൂർണമായി തന്റെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്ന ചടങ്ങുകളും കർമ്മങ്ങളുമല്ലാതെ ഹജ്ജിൽ നമുക്ക് യാതൊന്നും കാണാൻ സാധ്യമല്ല. അത്രക്കും മനുഷ്യന് സ്വർഗം നേടിത്തരുന്ന, അവന്റെ പാപക്കറകളെ മുഴുവനും കളഞ്ഞ് അവനെ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല വ്യക്തിയാക്കി മാറ്റിക്കളയുന്ന പരിപാവനമായ ആ കർമ്മത്തെ ഈ രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ദുശക്തികളെ നമ്മൾ വളരെ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആമുഖമായി തന്നെ അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് കൊണ്ടുപോകുന്ന സഹോദരീ സഹോദരന്മാരെ കൊണ്ട് രാജ്യത്തുള്ള ദർഗകളും മഖാമുകളും ജാറങ്ങളുമൊക്കെ ഊരിദണ്ഡിച്ച് അവിടെയൊക്കെ പോയി അവരോട് കുരുത്തവും പൊരുത്തവും ബറക്കത്തുമൊക്കെ തേടിയിട്ട് അവരിൽ നിന്ന് ആഗ്രഹസഫലീകരണത്തിന് വേണ്ടി അവരോട് തേടുകയും യാത്രയുടേതായ സുരക്ഷിതത്വത്തിന് വേണ്ടി അത്തരം കേന്ദ്രങ്ങളിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അങ്ങനെ രാജ്യത്തുള്ള മക്ബറകളൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന ഖേദകരമായ കാഴ്ച നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആമുഖമായി സൂചിപ്പിക്കുകയാണ്, ഹജ്ജ് ഒരു മനുഷ്യൻ തന്റെ നാഥന് വേണ്ടി മാത്രം ചെയ്യാനുള്ള ഇബാദത്താണ്. വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അല്ലാഹുവിന് വേണ്ടി മനുഷ്യന്മാർ ചെയ്യേണ്ടുന്ന കടമയാണത്, മനുഷ്യർക്കുള്ള ബാധ്യതയാണത്. അവിടേക്ക് എത്തിപ്പെടാനും ഇബാദത്തുകൾ നിർവഹിക്കാനുമുള്ള ശാരീരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും അങ്ങോട്ട് യാത്രാസംബന്ധമായുമുള്ള മുടക്കങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നുമില്ലാത്ത ആളുകൾ ഹജ്ജിന് പോകൽ അവരുടെ ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും മനുഷ്യൻ അവന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കൃത്യമായ ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. അതാണ് ഒരു ഹാജി നേടിയെടുക്കേണ്ടത്. ഒരു ഹാജിക്ക് അവന്റെ ഹജ്ജിലൂടെ ലഭ്യമാവേണ്ടത് അതാണ്. കാരണം കൃത്യമായി തന്റെ ഈമാൻ, തനിക്ക് തന്റെ നാഥൻ ഈ ഹജ്ജ് സ്വീകരിക്കണം, തനിക്ക് നാളെ പരലോകത്ത് സ്വർഗം നേടണം, നരകവിമോചനം ലഭ്യമാകണം. ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടി 100% നിർവഹിക്കണം. മറ്റൊരാളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റൊരാളുടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റൊരാളിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിർവഹിക്കേണ്ടത്. ഏകനായ സർവലോക പരിപാലകനായ അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ശുദ്ധമായ ധനത്തോടുകൂടി. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് സഹാബിമാരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് അവിടുന്ന് പുണ്യഭൂമിയിൽ വെച്ച് അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ ഓരോ ചടങ്ങുകളും കാണിച്ചു കൊടുത്തുകൊണ്ട് സഹാബിമാരോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഓ സഹാബിമാരെ, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുവീൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ കൃത്യമായി അച്ചടക്കത്തോടെ
അതിന്റെ നിയമങ്ങളെ കൂട്ടാതെ കുറക്കാതെ വളരെ കണിശമായും കൃത്യമായും നിർവഹിക്കുന്നത് ഇഖ്ലാസോടുകൂടി നമ്മൾ നിർവഹിക്കുകയും ചെയ്താൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ഹജ്ജിന്റെ ആത്മാവ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ, ഹജ്ജിന്റെ ചൈതന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നാമതായി തന്നെ ഒരു ഹാജി അവന്റെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത് ഹജ്ജിലാണെങ്കിലും ഉംറയിലാണെങ്കിലും ഇഹ്റാമിലൂടെയാണല്ലോ. ഇഹ്റാം നിർവഹിക്കാൻ വേണ്ടി ഓരോ പ്രദേശത്തു നിന്നും വരുന്ന ഹാജിമാർക്ക് അല്ലാഹു അവന്റെ റസൂലിന് വഹി അറിയിച്ചു കൊടുത്തതിലൂടെ ചില പ്രത്യേകമായ സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് മീഖാത്ത് എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഹാജിമാരി കുളിച്ച് ശുദ്ധിയായി, അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ രീതികൾ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അണിഞ്ഞുകൊണ്ട് അവിടെ നിന്നാണ് ഹജ്ജിന്റെ പ്രഖ്യാപനം അവർ നടത്തുന്നത്, അതല്ലെങ്കിൽ ഉംറയുടെ പ്രഖ്യാപനം നടത്തുന്നത്. ഈ അവസരത്തിൽ സഹോദരന്മാരെ, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അല്ലാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന അതേ സ്ഥലത്ത് വെച്ച് മാത്രമേ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ആർക്കെങ്കിലും തോന്നുകയാണ് കുറച്ചുകൂടി ഇപ്പുറത്ത് വെച്ച് ഇഹ്റാം കെട്ടിയാൽ എന്താ, കുറച്ചുകൂടി നേരത്തെ അള്ള പറഞ്ഞ നിയമങ്ങളൊക്കെ ഒന്ന് അനുസരിച്ച് കൂടുതൽ തഖ്വ കിട്ടാനാണെന്ന നിലക്ക് ആരെങ്കിലും അല്ലാഹു അവന്റെ റസൂലിലൂടെ നിശ്ചയിച്ചിട്ടുള്ള ആ മീഖാത്തിനപ്പുറം അതിന്റെ ഇപ്പുറത്ത് വെച്ച് കുറച്ചുകൂടി ഇപ്പുറത്ത് വെച്ച് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞാൽ അവന്റെ ഇഹ്റാം സ്വീകാര്യമല്ല, അവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ട. കാരണം അവൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് പുറത്തു ചാടുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോടൊരു സംഭവം കേൾപ്പിക്കട്ടെ. മഹാനായ മദീനത്ത് അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മദീനത്ത് വെച്ച് ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മദീനക്കാർക്ക് നബിതങ്ങൾ നിശ്ചയിച്ചതും നബിതങ്ങൾ ഇഹ്റാം നിർവഹിച്ചതുമായ ദുൽഹുലൈഫയുണ്ട്, ഇന്നത്തെ ബിർ അലി എന്ന് പറയപ്പെടുന്ന സ്ഥലം. ആ ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിന്റെയൊക്കെ എത്രയോ ഇപ്പുറത്ത് വെച്ച് മദീനത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയുടെ സമീപത്ത് വെച്ച് തന്നെ ഞാനിതാ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തഫ്അൽ, ചെയ്യാൻ പാടില്ല. കാരണം ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഇത് ചെയ്യുന്നതിൽ എന്ത് ഫിത്നയാണുള്ളത്? എന്ത് ഫിത്നയാണുള്ളത്? കുറച്ചുകൂടി നേരത്തെ ഇപ്പുറത്ത് വെച്ച് തന്നെ ഞാൻ നിയമങ്ങളൊക്കെ പാലിച്ച് ഒരു പുണ്യകർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ എന്ത് ഫിത്നയാണുള്ളതെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, വഅയ്യു ഫിത്നത്തിൻ അഅ്ളമു മിൻ അൻ തറാ അന്നക സബഖത ഇലാ ഫളീലത്തിൻ, നീദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലാകാത്ത ഒരു ശ്രേഷ്ഠതയിലേക്ക് നീ മുൻകടന്നിരിക്കുന്നു, നബിതങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത ഒരു പുണ്യകർമ്മം നിനക്ക് കിട്ടിയിരിക്കുന്നു എന്ന തോതിൽ അതിന്റെയൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോകാതെ അതിന്റെയൊക്കെ ഇപ്പുറത്ത് വെച്ച് തന്നെ നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് ശരിയായ തീരുമാനമല്ല. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവനും ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്ക് വല്ല ഫിത്നയും ബാധിക്കുന്നത്, അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടുന്നത് അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ, ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം പ്രിയപ്പെട്ട ഹാജിമാരെ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇസ്ലാം നിശ്ചയിച്ചിടത്ത് നമ്മൾ നിൽക്കണം. നമ്മുടെ വകയായി നല്ലതല്ലേ എന്ന നിലക്ക് അനുഷ്ഠാനങ്ങൾ ചെയ്തുകൂടാ. നമ്മുടെ വകയായി നമ്മൾ ഹജ്ജിലോ ഉംറയുടെയോ കർമ്മങ്ങളിൽ കൂട്ടിച്ചേർത്തുകൂടാ. നമ്മുടെ വകയായി അതിൽ നിന്ന് വല്ലതും കമ്മി വരുത്താനും പാടില്ല. ഉള്ളതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ ഒരു അടിസ്ഥാനം ഹജ്ജിന്റെയും ഉംറയുടെയും എല്ലാ ചടങ്ങുകളിലും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് ഹാജിമാരി ഇഹ്റാമിൽ പ്രവേശിച്ച് അവരതാ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം നടത്തിയ സമയം മുതലതാ അവര് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തെൽബിയത്ത്, ആ തെൽബിയത്ത് തന്നെയും ഈ ഹജ്ജിന്റെ ജീവനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഓ ഹാജിമാരെ, ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന തൽബിയത്തുണ്ടല്ലോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഈ പ്രഖ്യാപനത്തിലൂടെ ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ പറയുന്നത് മുഴുവനും അനുസരിച്ചുകൊണ്ട്, നിന്റെ കൽപ്പനകളെ മുഴുവനും ശിരസാവഹിച്ചുകൊണ്ട്, വിനീതനായ അടിമയായിക്കൊണ്ട്, നീ പറഞ്ഞിടത്ത് നിൽക്കാൻ അനുസരണയുള്ളവരടിമയായിക്കൊണ്ട് ഞാൻ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് തെൽബിയത്തിലൂടെ ഹാജിമാര് മുഴക്കുന്നത്. അതോടൊപ്പം അവർ റബ്ബിനോട് പറയുന്നു, റബ്ബേ നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഹജ്ജും ഉംറയും ചെയ്യുന്നത്, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, നിന്നിൽ നിന്നാണ് ഞാൻ മുഴുവൻ രക്ഷയും പ്രതീക്ഷിക്കുന്നത്, നിനക്കാണെങ്കിൽ യാതൊരു പങ്കാളിയുമില്ല, എല്ലാ സ്തുതിയും നിനക്കാണ് അർഹതപ്പെട്ടത്, മുഴുവൻ സ്തുതിക്കും അർഹതപ്പെട്ട ഒരേ ഒരു ശക്തി റബ്ബേ നീ മാത്രമാണ്. അതുപോലെ തന്നെ മുഴുവൻ അനുഗ്രഹങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നതും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ നിഅമത്തുകളും അല്ലാഹുവേ നിന്നിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ലഭ്യമായിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നിന്നിൽ നിന്ന് മാത്രമാണ്. സർവാധികാരവും ആധിപത്യവും നിനക്ക് മാത്രമാണ്. ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല എന്നിങ്ങനെ സർവ്വലോക പരിപാലകനായ അല്ലാഹുവിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ടും തന്റെ കഴിവുകേടിനെയും ദുർബലതയെയും പ്രഖ്യാപിച്ചുകൊണ്ടും തൗഹീദിനെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് സർവ്വലോക പരിപാലകനായ അല്ലാഹുവിലേക്ക് മാത്രം തന്റെ മനസ്സിനെ തിരിച്ചുവെച്ച് അവനിൽ നിന്ന് മാത്രം ഗുണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ രക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ഹാജിമാരിങ്ങനെ അവനെ സ്തുതിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് തൽബിയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഇഹ്റാമിൽ പ്രവേശിക്കുകയും അവിടുന്ന് നിശ്ചയിച്ച ദിക്റുകളും ദുആകളും നിർവഹിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ ശരിക്കും നിർവഹിച്ചുകൊണ്ട് പുരുഷന്മാരതാ തവാഫിന്റെ ഘട്ടത്തിൽ ആ പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് പോയി നിൽക്കുമ്പോൾ തവാഫ് ആരംഭിക്കുന്ന വേളയിൽ അവരുടെ ഡ്രസ്സൊന്ന് മാറ്റം വരുത്തുന്നു. അഥവാ അവന്റെ വലതുഭാഗത്തെ ചുമൽ ഭാഗം വെളിവാക്കിക്കൊണ്ട് പ്രത്യേകമായ രീതിയിൽ അവന്റെ മേൽമുണ്ട് ധരിച്ചുകൊണ്ട് അവനതാ തവാഫ് ആരംഭിക്കുകയാണ്. ആ തവാഫ് ആരംഭിക്കുന്ന വേളയിൽ മാത്രമേ ഇങ്ങനെ ഈ രൂപത്തിൽ വസ്ത്രം മേൽമുണ്ട് ധരിക്കേണ്ടതുള്ളൂ. ചില ആളുകളൊക്കെ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന അതേ സമയം മുതൽ തന്നെ ഈ രീതിയിൽ വസ്ത്രം ഇങ്ങനെ വലതുഭാഗത്തെ ചുമൽ ഒഴിവാക്കിക്കൊണ്ട് ആ രൂപത്തിൽ പുരുഷന്മാര് വസ്ത്രം ധരിച്ച് കാണാറുണ്ട്. അത് നബിചര്യയിൽപ്പെട്ടതല്ല. മേൽമുണ്ട് ശരിക്കും ചുമലിൽ രണ്ട് ചുമലും മറയുന്ന നിലക്ക് തന്നെയാണ് ധരിക്കേണ്ടത് പുരുഷന്മാര്. എന്നാൽ തവാഫിന്റെ വേളയിൽ മേൽമുണ്ട് അവന്റെ പ്രത്യേകമായ രീതിയിൽ അവൻ മാറ്റിവെച്ചുകൊണ്ട് ആദ്യമായി അവൻ നിർവഹിക്കുന്ന തവാഫിന്റെ വേളയിൽ വലതുഭാഗത്തെ ചുമൽ വെളിവാകുന്ന നിലക്ക് അവന്റെ മേൽമുണ്ട് മാറ്റിയിട്ടാണ് അവൻ തവാഫ് ആരംഭിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്ഥലത്ത് നിന്നാണ് നിർവഹിക്കേണ്ടത്. ഹാജിമാര് ദുൽഹജ്ജ് 8-ന് അവൻ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അവര് താമസിക്കുന്ന സ്ഥലം എവിടെയാണോ ആ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് മക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അഥവാ ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് പിന്നെ കുറെ കാലം വീണ്ടും മക്കയിൽ സാധാരണ ജീവിതം ജീവിച്ച് ദുൽഹജ്ജ് 8-ന് വീണ്ടും ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ അത് മക്കത്തെ പള്ളിയിൽ പോയി മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് ഇഹ്റാം ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്നൊരു തെറ്റിദ്ധാരണ ആരിലൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്. അതും തിരുത്തപ്പെടേണ്ട ധാരണയാണ്. അവരവർ താമസിക്കുന്നിടത്ത് വെച്ച് തന്നെയാണ് ദുൽഹജ്ജ് 8-ന് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ശരി സഹോദരന്മാരെ, ഇനി തവാഫ് ചെയ്യുന്ന വേളയിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ എവിടെയാ പോയി നിൽക്കുന്നത്? ഏത് ഭവനത്തെയാണ് പ്രദക്ഷിണം വെക്കുന്നത്? ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അനുഗ്രഹീതമായ ബക്ക പ്രദേശത്ത് സ്ഥാപിതമായിട്ടുള്ള ഒന്നാമത്തെ ഭവനം
സർവലോകർക്കും സന്മാർഗത്തിന്റെ കേന്ദ്രവും കേദാരവുമായി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ പ്രത്യേകമായ ഭവനം, ആ ഭവനത്തെയാണ് തനിക്ക് തവാഫ് ചെയ്യേണ്ടത്. അവിടെ തവാഫിന് പോയി നിൽക്കുമ്പോൾ തന്നെ ഹാജിമാരുടെ മനസ്സിലതാ ധാരാളക്കണക്കിന് ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരികയാണ്. അവൻ ആദ്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ഈ കെട്ടിടത്തിന്റെ ചുറ്റും മാത്രമേ ഞാൻ തവാഫ് ചെയ്യുന്നുള്ളൂ. ലോകത്ത് എത്ര തന്നെ ആരുടെ ഭവനങ്ങളുണ്ടെങ്കിലും, എത്ര വലിയവന്മാരുടെ ഭവനങ്ങളാണെങ്കിലും, അവര് ജീവിച്ച് താമസിക്കുന്ന സ്ഥലമാണെങ്കിലും, മരണപ്പെട്ടയിടത്താണെങ്കിലും ഒരു സ്ഥലത്തും മുസ്ലിമിന് തവാഫ് ചെയ്യാൻ പാടുള്ളതല്ല. ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു കെട്ടിടം തവാഫ് ചെയ്യാൻ അനുവാദമുള്ള ഒരേ ഒരു കെട്ടിടം, അത് പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് തവാഫ് ലോകത്ത് ഒന്നേയുള്ളൂ, അത് പരിശുദ്ധ കഅബാലയം മാത്രം തവാഫ് ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതല്ലാത്ത ഒരു ഭവനത്തെയും തവാഫ് ചെയ്യൽ, നമ്മുടെ പല നാടുകളിലും പല ദർഗകളും മഖാമുകളും ജാറങ്ങളുമൊക്കെ പ്രദക്ഷിണം വെക്കുന്ന, വലം വെക്കുന്ന, ചുറ്റി നടക്കുന്ന പല രൂപത്തിലുള്ള കാഴ്ചകളും കാണാറുണ്ട്. അതെല്ലാം ശിർക്കൻ പ്രവർത്തനങ്ങളാണ്. അതേ അവസരത്തിൽ ഒരു മുസൽമാൻ തന്റെ റബ്ബിന് വേണ്ടി അവൻ നിശ്ചയിച്ച സ്ഥലത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും അവൻ നിശ്ചയിച്ച ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ പ്രത്യേകമായ ശിലയുള്ള മൂലയിൽ നിന്ന് അവനതാ റബ്ബിന്റെ നാമമുച്ചരിച്ചുകൊണ്ട് അവൻ തവാഫ് ആരംഭിക്കുന്നു. അവിടെ എത്തുമ്പോൾ ഒരു ചുറ്റുപൂർത്തിയാകുന്നു. അങ്ങനെ 7 തവണ അവനതാ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഏകനായ നാഥനാണ്, ആ ഏകനായ നാഥന്റെ ഭവനമാണ്. ആ ഭവനത്തിന്റെ ചുറ്റും അവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തതാ അവന്റെ മനസ്സിൽ താനും തന്റെ റബ്ബും മാത്രം. തന്റെ റബ്ബ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ഭവനത്തിന്റെ ചുറ്റുമാണ് ഞാനുള്ളത്. അവിടെയതാ അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തകളും കടന്നു വരുന്നില്ല. അവൻ സർവലോക രക്ഷിതാവിലേക്ക് അവന്റെ മനസ്സിനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് പ്രഖ്യാപിക്കപ്പെട്ട ആ മണിമന്ദിരം, അനേകായിരം അമ്പിയാക്കൾ തവാഫ് ചെയ്തിട്ടുള്ള ആ പ്രത്യേകമായ മണിമന്ദിരം, ഒരുപാട് മഹത്തുക്കൾ വന്നു ചേർന്നിട്ടുള്ള ആ പ്രത്യേകമായ കഅബാലയം എന്ന് പറയുന്ന മന്ദിരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടി അത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കൾ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും ഒരുങ്ങിയ ഓർമ്മ വരെ ആ വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തെത്തുമ്പോൾ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഓർമ്മ വരികയാണ്. അവിടെയും സഹോദരന്മാരെ, ആ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചൊല്ലേണ്ടത്? പ്രത്യേകിച്ച് ദിക്റുകളും ദുആകളുമൊന്നും തവാഫിന്റെ വേളയിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അവിടെ പരിശുദ്ധ കഅബാലയത്തിന്റെ 4 മൂലകളിൽ ഹജറുൽ അസ്വദുള്ള മൂല ഒന്നാമത്തെ മൂലയായി എണ്ണിയാൽ അവിടെ നിന്ന് 2, 3, 4 നാലാമത്തെ മൂലയാണ് റുക്നുൽ യമാനി. ആ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദുള്ള മൂലയുടെയും ഇടയ്ക്ക് വെച്ച് അതിലൂടെ പാസ് ചെയ്യുമ്പോ, നടന്നുകൊണ്ടിരിക്കുമ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് ഈ ലോകത്ത് നല്ലത് തരണം, പരലോകത്ത് മരണാനന്തരവും നല്ലത് തരണം, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ എന്ന് സർവലോക പരിപാലകനായ റബ്ബിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് ചൊല്ലാൻ പ്രത്യേകം നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പ്രാർത്ഥന. അതല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് മറ്റേത് കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ ദുന്യവിയും ഉഖറവിയും അഥവാ ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി ധാരാളമായി അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന സന്ദർഭമാണത്. പക്ഷേ അവിടെ വെച്ച് പോലും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്തവരുടെ ഹക്കും ജാഹും ബർക്കത്തും കൊണ്ട് ദുആയിരക്കുന്ന പാമരജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അവരുടെ മനസ്സുകളിൽ ഹജ്ജ് ക്ലാസുകൾ എന്ന പേരിൽ പലരും കുത്തിവെച്ചു കൊടുത്തിട്ടുമുണ്ട്. സഹോദരന്മാരെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, പരിശുദ്ധ കഅബാലയത്തിന്റെ ഹിജ്റി ഇസ്മായിൽ എന്ന് പറയുന്ന ആ പ്രത്യേകമായ രൂപത്തിലുള്ള ആ സ്ഥലത്ത്, അതിന്റെ ആ ഭാഗത്ത് 70ഓളം നബിമാരുടെ ഖബറുകളുണ്ടെന്ന കളവ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചില പുരോഹിതന്മാര് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ പോലെയുള്ള പ്രഗൽഭമതികളായ ആളുകളുടേതടക്കം 70ഓളം ആളുകളുടെ ഖബറുകൾ ആ ഹിജ്റിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കളവ് ഈ സമൂഹത്തോട്
പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ പലരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് ഓർമ്മ വരുന്ന അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹാജി, അത് കേട്ട് അവിടേക്ക് എത്തിയിട്ടുള്ള ഒരു സഹോദരി, ഒരു സഹോദരൻ, അവനോട് വേറെയും പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഉറൂസാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു ആണ്ട് നേർച്ചയാണെന്ന് പറയുമ്പോ ആ സാധു മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ ഹിജ്ർ ഭാഗത്ത് അതേ ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള ഒരുപാട് അനേകം അമ്പിയാക്കളുടെ ഖബറുണ്ടെങ്കിൽ, ഞാൻ ആണ്ട് നേർച്ചക്ക് പോയപ്പോ ഞാൻ പലരോടും വിളിച്ചു ദുആ ചെയ്തിട്ടുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാക്കളോട് ഞാൻ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. രോഗശമനത്തിനു വേണ്ടി ഞാൻ അവരോട് തേടിയിട്ടുണ്ട്. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഞാൻ അവരെ വിളിച്ചു തേടിയിട്ടുണ്ട്. എങ്കിൽ ഇത്രയേറെ മഹാന്മാര് 70-ഓളം ആളുകൾ ഇവിടെ കിടക്കുന്നുവെങ്കിൽ, അവരുടെ ഖബറുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് അവസരം പാഴാക്കണം എന്ന നിലക്ക് ആ ഹിജ്റിന്റെ ഭാഗത്തുകൂടെ അവര് പോകുമ്പോ അവര് അമ്പിയാക്കളോട് തേടിയാൽ, അതല്ലെങ്കിൽ യാ ഇബ്രാഹിം, യാ ഇസ്മായിൽ, അതല്ലെങ്കിൽ യാ ഹാജറ എന്നിങ്ങനെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രോഗം ശിഫയാക്കണേ, ഹാജറ ബീവിയെ എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്നെങ്ങാനും പറഞ്ഞുപോയാൽ ആരാണതിന് ഉത്തരവാദി? പിന്നെ എന്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹാജിമാരെ നിങ്ങൾ അങ്ങോട്ട് വന്നു? എന്തിനങ്ങോട്ട് പോയി? അപ്പൊ അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥനയും ഹജ്ജിന്റെ ഒരു ചടങ്ങുകളിലുമില്ല. ഇഹ്റാമിന്റെ സമയം മുതൽ പ്രഖ്യാപിക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അത് മുതൽക്ക് ഹജ്ജിന്റെ ഓരോ ചടങ്ങുകളിലും കർമ്മങ്ങളിലുമൊക്കെ മുഴച്ചു നിൽക്കുന്നത് ഏകനായ അല്ലാഹുവിന്റെ തൗഹീദിനെ അരക്കിറ്റുറപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. മഹാത്മാക്കളെ ഓർക്കുന്നത് ഇസ്ലാമിൽ ശിർക്കല്ല. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അവര് പലപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ട്, മൗലൈമാരെ, നിങ്ങളൊക്കെ ഹജ്ജിന് പോകുമ്പോ ഇബ്രാഹിം നബിയെ ഓർക്കാറില്ലേ? ഇസ്മായിൽ നബിയെ നിങ്ങൾ ഓർക്കാറില്ലേ? ഹാജറ ബീവിയെ ഓർമ്മ വരില്ലേ? അതൊക്കെ ഓർക്കുന്നത് തന്നെ ശിർക്കാവില്ലേ നിങ്ങൾക്കെന്ന് പറയുമ്പോ എത്ര തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തുന്നത്? മഹാന്മാരായ അമ്പിയാക്കളെ മുഴുവനും അവിടെ വെച്ച് ഓർക്കുന്നതും തെറ്റല്ല. പക്ഷേ ഒരു നബിയോടും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഹാജറ ബീവിയെ ഒരാളെയും വിളിച്ചു തേടാൻ പാടില്ല. ഒരു ചടങ്ങുകളിലും ഹജ്ജിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി അവരെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസയോ നേരിട്ടുള്ള സഹായത്തേട്ടമോ നടത്തേണ്ടതില്ലെങ്കിൽ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ഹജ്ജിന്റെ ഏതെങ്കിലും ചടങ്ങുകളിലുണ്ടോ? ബിഹഖ് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജാഹ് കൊണ്ട്, അതുപോലെ തന്നെ ഹാജറ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ പാപം പൊറുക്കണേ, എന്റെ രോഗം ശിഫയാക്കണേ, എന്റെ ആഗ്രഹം സഫലീകരിച്ചു തരണേ അല്ലാ എന്ന് അള്ളാനോട് ഇവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുആ പോലും ഹജ്ജിന്റെ ചടങ്ങുകളിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപിക്കുന്ന തൽബിയത്തിന്റെ ആശയത്തിന് വിരുദ്ധമായതൊന്നും തന്നെ ഹജ്ജിൽ ഹാജിമാർക്ക് നിർവഹിക്കാനില്ല. അതുകൊണ്ട് തവാഫ് നടക്കുന്ന ഏക സ്ഥലമായ ആ പ്രദേശത്ത് വെച്ചും സർവലോക പരിപാലകനായ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ഹാജിമാരെ, നമ്മൾ നമ്മുടെ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ ഇഹപര നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കഅബാലയത്തിന്റെ 2 സ്ഥലം മാത്രമാണ് പ്രത്യേകം നമുക്ക് തൊടൽ പുണ്യകരമായ സ്ഥലമുള്ളത്. അതിൽ ഒന്നാമത്തത് ഹാജിമാര് തവാഫ് ആരംഭിക്കുന്ന ഹജറുൽ അസ്വദുള്ള മൂലയിൽ ആ ഹജറുൽ അസ്വദിനെ തൊട്ട് ചുംബിക്കാൻ കഴിയുമെങ്കിൽ അത് പുണ്യമുള്ളതാണ്. ചുംബിക്കാനാവില്ലെങ്കിൽ കൈകൊണ്ട് തൊടുക. അതിനും സാധ്യമല്ലെങ്കിൽ അതിന്റെ നേരെ എത്തുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുക. കൈകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോൾ ചില ആളുകളൊക്കെ വലത്തെ കൈകൊണ്ട് ആംഗ്യം കാണിക്കേണ്ടതിന് പകരം ഹജറുൽ അസ്വദിന്റെ നേരെ തിരിഞ്ഞു നിന്ന് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്നത് പോലെ 2 കൈകളും കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് പലപ്പോഴും പുണ്യഭൂമിയിൽ വെച്ച് നമുക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട്. അത് ശരിയായ രീതിയല്ല. അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി വലത് കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, 2 കൈ പൊക്കി കാണിക്കേണ്ടുന്ന കാര്യമില്ല. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് 4ാമത്തെ മൂലയിൽ എത്തുമ്പോൾ, അഥവാ റുക്നുൽ യമാനി, അവിടെ നമുക്ക് തൊട്ട് തടവാൻ അവസരം കിട്ടുമെങ്കിൽ അവിടെ തടവൽ സുന്നത്താണ്. തടവൽ ഇസ്ലാം നിശ്ചയിച്ച കാര്യമാണ്. ഇനി ഒരാൾക്ക് തടവാൻ സാധ്യമായില്ലെങ്കിലോ അവിടെ തടവേണ്ടതില്ല.
അവനാ ഭാഗത്തെത്തുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കേണ്ടതുമില്ല, വെറുതെ അങ്ങ് കടന്നുപോയാൽ മതി. തടവാൻ നിശ്ചയിക്കപ്പെട്ട റുക്കുനുൽ യമാനിയുടെ മുകളിലും അതിന്മേലും ചില ആളുകളൊക്കെ മുത്താനും ചുംബിക്കാനും തിരക്ക് കൂട്ടുന്നതായി കാണാം. അവിടെ ചുംബിക്കലും മുത്തലും സുന്നത്തില്ല, തടവൽ മാത്രമാണ് സുന്നത്ത്.